ഇന്ന് നമുക്കൊരു വെഡ്ഡിങ് ആനിവേഴ്സറി കാർഡ് ഉണ്ടാക്കിയാലോ. ഇത് അപ്പയ്ക്കും അമ്മയ്ക്കും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കൊടുക്കാനുള്ള ഒരു കാർഡാണ്. ഞങ്ങളോടൊക്കെ ചെറുപ്പത്തിലെ അമ്മ പറയുന്നൊരു കാര്യമാണ്, ആരുടെയെങ്കിലും ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി വരുമ്പോൾ എന്തെങ്കിലും കാർഡൊക്കെ ഉണ്ടാക്കി ഗിഫ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് ഞങ്ങളിതൊക്കെ എപ്പോഴും ചെയ്യാറുള്ളതായിരുന്നു. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യാറില്ല, ഓൺലൈൻ വഴി ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കലാണ് പതിവ്. ഇപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിലാണ് ഇപ്രാവശ്യം ഇത് ഉണ്ടാക്കി തുടങ്ങിയത്. ഉണ്ടാക്കി വന്നപ്പോൾ വലിയ വൃത്തിയായിട്ടൊന്നുമില്ല, എന്നാലും കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. കാരണം അവർക്ക് വേണ്ടി ഒരു എഫേർട്ട് ഇട്ട് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം, ഉപകാരമൊന്നുമില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അങ്ങനെ വിചാരിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ കിട്ടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ആ തരുന്ന ആളുടെ എഫേർട്ടും ആ ഹാപ്പിനെസ്സും ഒന്നും അവർക്ക് അത്രത്തോളം മനസ്സിലാവാൻ ചാൻസ് ഇല്ല. ഞാനാണെങ്കിൽ ഇന്ന് ഈ കാർഡ് എത്ര ഉണ്ടാക്കിയിട്ടും ഒന്നും ശരിയാവുന്നില്ല. എത്ര ഫ്ലവർ വെട്ടിട്ട് ഫുൾ വേസ്റ്റായി പോവായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ ഞാനത് ഫിനിഷ് ചെയ്തു. പിന്നെ കാർഡിൻ്റെ ഫ്രണ്ട് ഭാഗം ഏകദേശം ഓക്കെ ആയതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ മേടിച്ച പേനയൊന്നും തെളിയുന്നു പോലും ഇല്ലായിരുന്നു. എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടാണ് ഞാൻ ആ എഴുത്തൊക്കെ ഞാനൊന്ന് സെറ്റാക്കിയത്. അത് കഴിഞ്ഞൊരു ഗോൾഡിൻ്റെ റിബണൊക്കെ ഒന്ന് എടുത്ത് കെട്ടിക്കൊടുത്തപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കാർഡിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.